കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ ഉറവിടത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. രോഗിയുടെ വീടിന് സമീപം 5.5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ച വവ്വാലിന്റെ സാമ്പിളിൽ നിപ്പ വൈറസ് സാന്നിധ്യമില്ല. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്. ദീപക് തർമ്മണം വിവരങ്ങൾ ചേരുന്നു. കോഴിക്കോട് അവിടെ കനത്ത മഴയുണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ്. നല്ല മഴയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ നിപ്പ നമുക്ക് ഇപ്പോഴല്ല, നിപ്പ നേരത്തെയും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉറവിടം അത് പഴംതീനി വവ്വാലാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ അത് ശാസ്ത്രീയമായി അത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റിയില്ല. ഇത്തവണ കുറച്ചുകൂടി ക്ലോസ് ആയിരുന്നു. കാര്യം അദ്ദേഹം ക്ലീനിങ്ങിന് വേണ്ടി തുറന്നപ്പോഴേക്കും ഈ പറയുന്ന വവ്വാലവിടെ പുറത്തേക്ക് പറന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇക്കുറി അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പല കോണുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഉണ്ടാവുന്നില്ല. ദീപക് അല്ലേ? ഹാഷ്മി, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നമുക്ക് പ്രവിതയുടെ പേരൻസിനൊരു ആശംസ നേരാം. വാർത്തയിലേക്ക് വന്നാൽ നിപ്പയിൽ അവ്യക്തത എന്നല്ല പറയേണ്ടത്. കാരണം അതിൻ്റെ ഉറവിടം ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല എന്നുള്ള ഒരു സങ്കീർണമായ പ്രശ്നത്തിലേക്ക് ഈ പരിശോധകർ എത്തുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സംഘം എത്തി, കേരളത്തിൻ്റെ വിദഗ്ധ സംഘ പരിശോധന ഇതെല്ലാം നടത്തിയതിനു ശേഷം ഏറ്റവും പുതിയ വാർത്ത ഈ ഉറവിടങ്ങളിൽ നിന്നും ഒരെണ്ണത്തിൽ നിന്ന് പോലും ഈ സാമ്പിളിൽ നിന്നും ഈ നിപ്പയുടെ ഏതെങ്കിലും അംശം കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ വവ്വാൽ എന്നുള്ള വാർത്ത മാത്രമാണ് പുറത്തു വന്നത്. നമുക്കിപ്പോൾ പുതുതായി ലഭ്യമാകുന്നത് ഈ ഒരു പട്ടി അവിടെ ചത്തിരുന്നു ഈ ചുറ്റളവിൽ, ആ പട്ടിയുടെ സാമ്പിൾ എടുത്തിരുന്നു. ഇതുകൂടാതെ 3 പശുക്കൾ സംശയം തോന്നിയിരുന്നു, ആ പശുക്കളിൽ നിന്നും സാമ്പിൾ എടുത്തിരുന്നു. ഇതുകൂടാതെ തന്നെ നേരത്തെ ഹാഷ്മി പറഞ്ഞ വവ്വാലിൽ നിന്നും സാമ്പിൾ എടുത്തു. അങ്ങനെ ഈ 4 സാമ്പിളുകളിലെ ഫലവും നെഗറ്റീവാണ്. അതായത് അവിടെയൊന്നും തന്നെ നിപ്പയുടെ ഉറവിടം കണ്ടെത്താനായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടത്തെയും ആരോഗ്യ മേഖലയെയും ആശങ്കയിലാഴ്ത്തുന്നത്. കാരണം പഴയതുപോലെ തന്നെ എവിടെയാണ് ഉറവിടം, പഴംതീനി വവ്വാൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള പഴം കഴിക്കുന്ന ജീവികളിൽ നിന്നാണ് പകരുന്നത് എന്നുള്ളതൊക്കെ പറയുമെങ്കിലും ഇതിലിപ്പോൾ ഉറവിടം കണ്ടെത്താനാകുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ നിപ്പ രോഗി അതിസങ്കീർണമാം വിധം വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല, അത്യാസന്ന നിലയിലാണ്, അപകട നിലയിലാണ് തുടരുന്നത്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയാൽ ഒരാശ്വാസമാവുമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഇതിൽ ഈ പരിശോധിച്ച കേന്ദ്ര സംഘം പറയുന്നുണ്ട്, ഈ പ്രഹരശേഷി കുറഞ്ഞ, അതായത് പ്രജനനശേഷിയും പ്രഹരശേഷിയും കുറഞ്ഞ ഒരു നിപ്പ വേരിയൻ്റാണ് ഇവിടെ വന്നത് എന്നുള്ളത് അവർ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഉറവിടം ഇപ്പോഴും കണ്ടെത്താനായില്ല. 4 ഇടങ്ങളിൽ പരിശോധന, 4 സ്രവ പരിശോധന, 4 സാമ്പിൾ എടുത്തു. പക്ഷേ എന്നാൽ അതിലൊന്നും തന്നെ നിപ്പയുടെ സാന്നിധ്യമില്ല. ഹാഷ്മി, പ്രവിത. അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏത് ഭാഗത്തു നിന്നാണ് ഈ അതെ മഴയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഹാഷ്മി ചോദിച്ചത്. ഇപ്പൊ ഞാനും ഹാഷ്മിയും പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ദീപക്കിന് ചിലപ്പോൾ. പറഞ്ഞോളൂ ദീപക്, പറയൂ. ഇല്ല, കൺഫ്യൂഷനൊന്നുമില്ല. മഴ ശക്തമായി തുടരുന്നുണ്ട്. ഇന്നലെ ഒരു ഇടവേളയായിരുന്നു, ഇന്നലെ തെളിഞ്ഞ മാനമായിരുന്നു. പക്ഷേ എന്നാൽ കോഴിക്കോട് ഇന്നിപ്പോൾ മഴ പെയ്യാണ്. നഗരത്തിൽ അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ജയൻ ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് മഴ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ സരോവരം മേഖലയിലുള്ള മഴയാണ്. നഗരത്തിലുടനീളം മഴയുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മഴ ആരംഭിച്ചത്. മറ്റൊന്ന് താമരശ്ശേരി മേഖലയിൽ മഴയുണ്ട്. മഴ മുന്നറിയിപ്പുകൾ പ്രധാനമായി ഒന്നും തന്നെ ഇല്ല. ആകെയുള്ളത് കാസർഗോഡുള്ള മുന്നറിയിപ്പ് മാത്രമാണ്, യെല്ലോ അലേർട്ട് മാത്രമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ കോഴിക്കോട് ശക്തമായ മഴ കാലത്ത് തുടരുന്നു. ഇന്നലെ മാനം തെളിഞ്ഞു, പക്ഷേ എന്നാൽ ഇന്ന് മാനം മേഘാവൃതമാണ്. മഴ കാലത്ത് മുതൽ പെയ്യുകയാണ്. ഹാഷ്മി, പ്രവിത. ദീപക് ധർമ്മടമാണ്. പക്ഷേ ഇപ്പോൾ ഇത് കാലവർഷത്തിന് സമയമാണ്, കാലവർഷം അതിന്റെ പീക്കിൽ നിൽക്കേണ്ട സമയമൊക്കെയാണ്. പക്ഷേ ആ സമയത്ത് പറഞ്ഞാൽ മഴ കുറവാണ് കേട്ടോ. കോഴിക്കോട് മാത്രമൊക്കെ ഇന്നും കാര്യമായ മഴയുള്ളൂ. അല്ല, വടക്കൻ കേരളത്തിലാണല്ലോ കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ കുറവാണ്. നമ്മൾ മഴ എന്ന് പറഞ്ഞുള്ള മഴയൊക്കെ ഏതോ ഒഴുക്കി പോയി. ഇനി വെള്ളം ഇനി അടുത്ത വരൾച്ചയൊക്കെ വരുമ്പോഴേക്ക് എന്താവും എന്തോ. മഴ പെയ്യട്ടെ. മഴ അത്യാവശ്യം മഴ പെയ്യണം. എന്നാൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ ഡാമിൽ വെള്ളം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ കറണ്ട് കട്ട് ഉണ്ടാവാതിരിക്കുള്ളൂ. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. സഹായകമാവുള്ളൂ, കൃഷിക്ക് സഹായമാവുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.